കോൺഫിഡൻസ് ജീവിതത്തിൽ വളരെയധികം ആവശ്യമുള്ള ഒന്നാണ്. തീരെ കോൺഫിഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ജീവിത വിജയം സാധ്യമാവുകയില്ല. അങ്ങനെയെങ്കിൽ മികച്ച ബോഡി പോസ്ചർ ആൻഡ് ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി കോൺഫിഡൻസ് ഉയർത്താൻ സാധിക്കും എന്നാണ് സോഷ്യൽ സൈക്കോളജിസ്റ്റായ അമേ കഡിയും കൊളീഗ്സും നടത്തിയ പഠനം തെളിയിക്കുന്നത്. ബോഡി ലാംഗ്വേജും ബോഡി പോസ്ചറും നമ്മളുടെ ചിന്തകളെയും നമുക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാടുകളെയും സ്വാധീനിക്കുന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. മനുഷ്യരും മൃഗങ്ങളും പവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഓപ്പൺ അല്ലെങ്കിൽ എക്സ്പാൻസീവ് ആയിട്ടുള്ള ബോഡി പോസ്ചറിലൂടെയാണ്. അതേപോലെ തന്നെ പവർലെസ്നെസ് എക്സ്പ്രസ് ചെയ്യുന്നത് ക്ലോസ്ഡ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബോഡി പോസ്ചറിലൂടെയാണ്. അമേ കഡിയും കൊളീഗ്സും നടത്തിയ പഠനത്തിൽ പറയുന്നതനുസരിച്ച് ഹൈ പവർ പോസ്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ ചില ന്യൂറോ എൻഡോക്രൈൻ ആൻഡ് ബിഹേവിയറൽ ചേഞ്ചസ് സംഭവിക്കും. അവരുടെ പഠനത്തിൽ പറയുന്ന പ്രകാരം ഒരു വ്യക്തി ഹൈ പവർ പോസ്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് 25% വർദ്ധിക്കുന്നതായിട്ടും കോർട്ടിസോളിന്റെ അളവ് 10% കുറയുന്നതായിട്ടും ഹൈ റിസ്ക് ടോളറൻസ് കൂടുന്നതായിട്ടും അല്ലെങ്കിൽ റിസ്ക് ടോളറൻസ് വർദ്ധിക്കുന്നതായിട്ടും കാണാൻ കഴിയുന്നു. ഈ പഠനം കൺക്ലൂഡ് ചെയ്യുന്ന വസ്തുത ജസ്റ്റ് 2 minutes ഒരു വ്യക്തി ഹൈ പവർ പോസ്ചർ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വളരെ പവർഫുൾ ആൻഡ് വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള വ്യക്തികളിൽ കാണുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അവരിൽ ഡിസ്പ്ലേ ആകുന്നു എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം നമ്മളുടെ ബോഡി ലാംഗ്വേജും നമ്മളുടെ ബോഡി പോസ്ചറും വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓപ്പൺ ആയിട്ടുള്ള എക്സ്പാൻസീവ് ആയിട്ടുള്ള ബോഡി പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. പോസിറ്റീവ് തോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും നമ്മളുടെ സെൽഫ് എസ്റ്റീം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും സാധിക്കും. താങ്ക് യു.